ഗെയ്സ് സ്കോട്ട്ലൻഡിലെ ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഈ കാണുന്നത് ഹെയറി കൂസ് ആണ്, നമ്മുടെ നാട്ടിലെ കൗസ് തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലെ കൗസിനെക്കാട്ടി ഒരു രണ്ടിരട്ടി വലുപ്പവും നല്ല മുഴുപ്പമൊക്കെ ഉള്ളൊരു പശുക്കളായിരുന്നു അത്. പിന്നെ നമ്മൾ ഇന്ന് ട്രിപ്പിന് വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം ഓൾഡ് കിൽപാട്രിക് ഹിൽസ് ആണ്. നമ്മുടെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഒരു അത്യാവശ്യം നല്ലൊരു കുന്ന് തന്നെയാണ്. കെയർഫുള്ളായിട്ട് നടന്നില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. സൈക്കിളും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലൂടെ കെയർഫുള്ളായിരിക്കണം, അല്ലെങ്കിൽ പോകുന്ന വഴി നമുക്ക് ചെറിയ അരുവികളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ക്ഷീണം അകറ്റാൻ വേണ്ടി നമുക്ക് ഈ സൈഡിലായിട്ട് ഒരുപാട് ബ്ലാക്ക് ബെറീസ് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചു. അതിനുശേഷം ഈ കാണുന്ന ഒരു മഞ്ഞൂർ ബോയ്സിലൊരു മരം പോലെ ഞങ്ങൾക്ക് തോന്നി. സോ ഏകദേശം ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. സോ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല, ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഹെലികോപ്റ്റർ വ്യൂ പോലെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി. അത്യാവശ്യം ഞങ്ങൾ തളർന്നു, ഞാൻ ഏകദേശം കുഴഞ്ഞു. അപ്പം നമുക്കിവിടെ പുഴയിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ പുറയിൽ നടന്നു വരുന്നത്, പുറയിലത്തെ വ്യൂവും കാണാൻ പറ്റും. പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അപ്പം എല്ലാവരെയും കൊണ്ടും ഒറ്റ സ്ട്രെച്ചിന് ഒരു കുന്ന് കയറി പറ്റണമെന്നില്ല. അപ്പോൾ ചിലവർ കുറച്ച് നേരമൊക്കെ നിന്നും കാര്യം പറഞ്ഞും കുറച്ച് റെസ്റ്റൊക്കെ എടുത്താണ് മുകളിലെത്തുന്നത്. സോ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനിയും ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഏകദേശം ടയേർഡായി. ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് തിരിച്ചിറങ്ങാം. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. 2 സ്ലോ മോഷൻ റീൽസും ഒരു മണ്ടയിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ എവിടെ യാത്ര ചെയ്താലും നമ്മൾ അത്യാവശ്യം ഫുഡ് നമ്മൾ ചെറിയ ടിഫിനൊക്കെ ആക്കി കരുതിക്കൊണ്ട് പോകാനാണ് നമ്മുടെ പതിവ്. സോ ഫുഡൊക്കെ കരുതി നമ്മൾ കുറച്ച് കഴിച്ചു. ഇറങ്ങി വരുന്ന വഴിയെല്ലാം മഞ്ഞുമൽ ബോയ്സിലെ ചെറുക്കന്മാരെ ഇരിക്കുന്ന നമുക്കൊരു മരം കണ്ടു. സോ അതിൽ കയറി ഒന്ന് തൂങ്ങി 1-2 പിക്സൊക്കെ എടുത്താലോ, എൻ്റെ മണ്ടയിൽ കയറിയാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ എന്നെ കിടിച്ചടം വലിച്ച് കയറ്റി. എനിക്ക് തന്നെ കയറാൻ പറ്റിയില്ല, കിടിച്ചടം എന്നെ പൊക്കിയെടുത്ത് കയറ്റി. പിന്നെ കിടിച്ചടം കയറ്റി നമ്മളവിടെ മണ്ണയിൽ കയറിയിരുന്ന് പാട്ടൊക്കെ പാടി കുറച്ച് പൂവിയൊക്കെ വിളിച്ച് കുറച്ച് നേരമൊക്കെ ചാടി കളിച്ച് അതപ്പോൾ വഴി കൂടെ പോകുന്നവരെല്ലാം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ കുന്നിറങ്ങി വരുന്ന വഴിയിൽ നമുക്ക് ഇവിടെ ഒരു ഫാം ഹൗസ് കാണാമായിരുന്നു. അത്യാവശ്യം ഒരുപാട് കുതിരകളും ചെമ്മരിയാടുകളും ഒക്കെ ഉള്ളൊരു ഫാം ഹൗസായിരുന്നു. 3 ലേഡീസായിരുന്നു അത് അതുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുടിയൊക്കെ ചെയ്യും, നമുക്ക് കാണാൻ പറ്റും പുറകിലൊരു ലേഡി അതിൻ്റെ മുടിയൊക്കെ ചെയ്യും വൃത്തിയാക്കി അവരതിനെ അവിടെ ഫാം ലാൻഡിലേക്ക് അവരതിനെ മേയ്ക്കാൻ വിടും. സോ വെളിയിൽ നമുക്കൊരു പോണീനെ കണ്ടു. ഒരു കുതിര ഉണ്ടായിരുന്നു. സോ കുതിര നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. 2 പേരും നമ്മളെ കണ്ടപാട് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. സോ അതിനെ വൃത്തിയായിട്ട് അവരതിനെ പുറത്ത് മേയ്ക്കാൻ കൊണ്ടുപോകണം. ഇറങ്ങി വരുന്ന വഴി ഒരുപാട് ഷീപ്പിനെ കണ്ടു. സോ ഒരു പറ്റം ചെമ്മരിയാടുകളുണ്ടായിരുന്നു. നമ്മുടെ സൈക്കിളിൻ്റെ വരവ് കണ്ടുകൊണ്ട് അതുങ്ങളെല്ലാം പേടിച്ചോടുകയാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് സെൽഫിയൊക്കെ എടുത്ത് വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്തൊരു പട്ടിക്കുട്ടി ഇരിപ്പുണ്ട്. പട്ടിക്കുട്ടി അവരിങ്ങനെ കൊണ്ടുപോകാൻ കെയർഫുള്ളായിട്ട്. സോ ഗാർഡനിൽ വന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഈ സമ്മറിലാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത്. സോ അത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്തെങ്കിൽ നല്ല മധുരമായിരിക്കും. നമ്മൾ കുറച്ച് പറിച്ച് കഴിച്ചു. ബ്ലാക്ക്ബെറി ആണെങ്കിലും നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. സോ നല്ല പഴുത്തുണ്ടെങ്കിൽ മാത്രമേ മധുരം കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പുളിപ്പായിരിക്കും. അങ്ങനെ പറിച്ച് നമ്മൾ കുറച്ച് കഴിച്ചു. അതിനുശേഷം താഴെ ഇറങ്ങി. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതുങ്ങളെല്ലാം മേയ്ക്കുന്നത്. സോ അവിടെ എല്ലാം നമ്മൾ വേലുകൾ കിട്ടിയിട്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം.